പക്ഷെ അദ്ദേഹം അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം 4 മദ്ഹബുകളും അതിനുശേഷമുള്ള ആയത്തുകളും ഖുർആനും ഹദീസും അതിനുശേഷമുള്ള പണ്ഡിതന്മാരുടെ ഓരോ പണ്ഡിതനും എന്താ എഴുതിയതിനെ പറ്റി വ്യക്തമായ അറിവുള്ള പണ്ഡിതന് അദ്ദേഹം. അതൊന്നും പിന്നെ ബാങ്കിൽ കാശിടാൻ പറ്റുമോ, ബാങ്കുമായിട്ട് അതിനും അദ്ദേഹം ഒരു 10 പറഞ്ഞു. അതുകൂടാതെ രഹസ്യാർ യൂണിവേഴ്സിറ്റിയിലെ വലിയൊരു അവരുടെ ഒരു കമ്മിറ്റിയുടെ പത്രം കൊടുക്കുന്നു ഓർക്കുന്നതും. അപ്പോൾ അങ്ങനെ 2-3 കാര്യം എനിക്ക് സംശയം തോന്നിയ കാര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി ഈ പ്രൂഫ് എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടി ഉസ്താദാണ് അദ്ദേഹം. പിന്നെ മരണം എല്ലാവർക്കും ഉള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആഖിറത്ത് വിളിച്ചായി അദ്ദേഹത്തെയും ഞങ്ങളെയും നമ്മളെയും ഒരുമിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. അദ്ദേഹം അറിയാതെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാഫാക്കി അദ്ദേഹത്തിൻ്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ സ്വർഗ്ഗപ്പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. മാശറായിലെ അർശിൻ്റെ തണൽ പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഫായത്തിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിൽ എന്നെ നിങ്ങൾ സ്വീകരിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരു ആൾ മരണപ്പെട്ട 3 ദിവസമാണ് ആ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി നിങ്ങളുടെ കടമ കണ്ടോളൻസ് നിർവഹിക്കണം. അതാണ് ഞാൻ എൻ്റെ കടമയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ വന്ന് നിർവഹിച്ചത്. അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കും. അസ്സലാമു അലൈക്കും.